ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഓണം സ്പെഷ്യൽ അച്ചാറിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓണം സ്പെഷ്യൽ കുക്കിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് വയ്ക്കുന്നത് വെള്ളയ്ക്കുള്ള നാരങ്ങാച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണിത്: ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, പിന്നെ നമ്മുടെ കായം, കറിവേപ്പില, നാരങ്ങ നല്ല രീതിയിൽ തൊലി മാത്രം ചെത്തുക, അതായത് ആ കരിന്തൊലി മാത്രം ചെത്തുക. പിന്നീട് പതിയെ ആ വെള്ളത്തൊലികൾ ചെത്തിക്കളയുക. നാരങ്ങ കഴിവതും മുറിയാത്ത രീതിയിൽ, നാരങ്ങയുടെ അല്ലി മുറിയാത്ത രീതിയിൽ വേണം ചെത്താനായിട്ട്. അപ്പം ഞാൻ അതേ ചെത്തി ആ മഞ്ഞത്തൊലി മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ചെത്തി അതിൻ്റെ ബാക്കി വെള്ളത്തൊലിയും വൃത്തിയാക്കി എടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ്. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുരു കട്ടാവുകയും കുരു വരികയൊക്കെ ചെയ്യും. കാരണം നാരങ്ങയ്ക്കകത്ത് നിറയെ കുരുവുണ്ട്. അപ്പോൾ ഈ നാരങ്ങയ്ക്കകത്ത് കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുറിക്കുന്നതിനനുസരിച്ച് എല്ലാ കുരു കട്ട് ചെയ്തും കട്ട് ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കുരുക്കളും ഞാനെടുത്ത് കളയുന്നുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിൽ കറിനാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അച്ചാറിടാറ് വെള്ളയ്ക്ക് അച്ചാറിടുന്ന നാരങ്ങയാണിത്. സാധാരണ കാന്താരിമുളകൊക്കെ ഇട്ട് നിറയെ കാന്താരിമുളക് ഇടാറുണ്ട്. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരിമുളക്, അതും വലിയ മൂപ്പെത്താത്ത കുറച്ച് കാന്താരിമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വേണമല്ലോ നമുക്ക് ഈ നാരങ്ങയെല്ലാം പടപടയേന്ന് കുരു കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ അടുക്കള വശത്തിരുന്നാണ് ചെയ്യണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടം കിട്ടാനും പിന്നെ കുറച്ച് ശുദ്ധവായു കിട്ടാനും ഒക്കെ ആയിട്ടാണ് ഇരുന്ന് ചെയ്യണത്. ഇത് തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊന്നുമില്ല, ചെറിയൊരു മങ്ങിച്ച ഒരവസ്ഥ എന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുറ്റത്ത് ഇരുന്നതിന് തരികയെന്ന് വെച്ചാൽ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചു. കാരണം ഇത് ഒരുപാട് നേരം അരിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഒരുപാട് നേരം വെച്ചില്ല. എല്ലാം അരിഞ്ഞതിന് തീർത്തതിന് ശേഷമാണ് നാരങ്ങ പെട്ടെന്ന് വിടുന്നത്. നല്ല സ്പീഡിലാണ് നാരങ്ങ അരിയണത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയാനുള്ള ടൈം കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ടൈം ലാപ്സിൽ എടുത്തതാണ്. അങ്ങനെ നമ്മൾ അവസാനത്തെ കഷ്ണങ്ങളും അരിഞ്ഞ് തള്ളുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് വെള്ള കളറിലിരിക്കുന്ന അച്ചാർ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും. അത് കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു അച്ചാറായാലും കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം തൊടാതിരിക്കുക. വെള്ളമുള്ള കുപ്പിയിലോ വെള്ളമുള്ള സ്പൂൺ വെച്ച് എടുക്കാതെയൊക്കെ ഇരുന്നാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, നമുക്ക് ഓണത്തിന് വേണ്ടി മാത്രം. അപ്പം ഞാനിത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ട്, അതിൻ്റെ ചട്ടിയുടെ ഭംഗിയൊന്നും നോക്കണ്ട, വെളിച്ചെണ്ണ ഇട്ട് കണ്ടിട്ട് നമ്മൾ അതിനകത്ത് കായമിട്ട് മൂപ്പിക്കുകയാണ്. കാരണം കായം പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് കായം അച്ചാറിനകത്ത് അലിഞ്ഞു പിടിക്കും. അപ്പോൾ കായം നല്ല മൂത്ത് കഴിഞ്ഞപ്പം ഇനി നമുക്കിതെടുത്ത് നേരെ ഒരു ചെറിയ ബൗളിനകത്തോട്ട് മാറ്റുക എന്നുള്ള പരിപാടിയാണ്. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളു മൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ തിന്നായിട്ട് പരത്തിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ചെറു തീയിലിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ വെളിച്ചെണ്ണ തന്നെ, സാധാരണ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാറ്. ഒരുപാട് കാലം വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്കായതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കടുകിട്ടു. അപ്പോൾ പാചകത്തിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു വീഡിയോ എന്നുള്ള ബേസിൽ ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാതെ കുക്കിംഗ് ബേസിലായിട്ട് ഉള്ള വീഡിയോസൊന്നുമല്ല. അങ്ങനെ എന്തായാലും കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇടാനുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടതിന് ശേഷം കടുക് ഫുള്ള് പൊട്ടിയതിന് ശേഷം വേണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ഉണ്ടാവും. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇതേ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഒരു പച്ച മണം ഇപ്പം നമുക്കൊന്ന് ഒരു 10 സെക്കൻഡിനകത്ത് അടിക്കും. അത് കഴിയുമ്പം തൊട്ട് പുറകിന് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വോയിസ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തിരുന്നിട്ടാണ്, അപ്പോൾ അതിൻ്റെതായ നോയ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഒരു 2 കുടം വെളുത്തുള്ളികളും ഉണ്ട്, അതും ഇട്ട് കൊടുത്തു. ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 2 കുടമായിട്ട് എടുത്ത് അത്രയും വെളുത്തുള്ളി എടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പച്ചമണം മാറി, വെളുത്തുള്ളിയുടെയും കൂടെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തേക്ക് നമുക്ക് കാന്താരി മുളക്, അത് ഞാൻ തണ്ടോടെയാണ് ഇടുന്നത്. കാരണം തണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എരി പെട്ടെന്ന് ഇറങ്ങും, ഭയങ്കരമായിട്ട് എരി പിടിക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് ആ തണ്ടോടുകൂടി തന്നെയാണ് ഇടുന്നത്. തണ്ടോടുകൂടി ആ കാന്താരി മുളകുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എരിവുള്ള മുളകുകളാണ്. പക്ഷേങ്കിൽ ഞാൻ വലിയ മൂക്കാത്തത് നോക്കി പറിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. 1-2 ഉള്ളൂ മൂത്തതും പഴുത്തതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ മുളക് പൊട്ടിത്തെറിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് ഇളക്കാനായിട്ട്. അപ്പം ഇതിനകത്ത് വേറെ പൊടികൾ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടിയും ഉലുവാപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ, അല്ലാതെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിനി ഒന്ന് മൂത്ത് വരുന്നൊരു ടൈം, അതായത് മുളകും കൂടെ മൂത്തിട്ടൊരു മണം വരുന്ന ടൈമുണ്ട്. ആ ടൈം ആകുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയാണോ അച്ചാറിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കാന്താരി മുളകും കറിവേപ്പിലയുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത്.
അപ്പം നമ്മുടെ ഇവിടെ എന്തായാലും കറിവേപ്പില കാശ് കൊടുത്ത് വാങ്ങണ്ടാത്തത് കൊണ്ടും കറിവേപ്പില ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഈ ഇളക്കി കൊടുക്കുന്നത്. ഇനിയിപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കുറയ്ക്കുക എന്നുള്ള പരിപാടിയാണ്. കാരണം നല്ല മൂത്തിട്ടുണ്ട്. ദേ കണ്ട മുളക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത് കഴിയുമ്പോഴാണ് മുളക് പൊട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നാരങ്ങ ഇടേണ്ടത്. തീയോടുകൂടി നാരങ്ങ ഇടല്ലേ, നാരങ്ങ വേവിക്കാൻ വെക്കരുത്. തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചട്ടിയുടെ ചെറു ചൂടിലിരിക്കുന്ന സമയത്ത് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഞാൻ പാചകത്തിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞപ്പൻ ഇങ്ങനെ ഓടി വന്നിട്ട് കപ്പോ എന്തോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. പുള്ളീനെ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യാത്തത്. കാരണം എന്തിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുക, ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്ന പോലെ എന്തിൻ്റെ ഇടയിൽ ഉണ്ടാവും. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തു. നാരങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഉപ്പ് പൊടിയും നമ്മുടെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ കായം പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. എളുപ്പം കഴിയുന്ന അച്ചാറാണ്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. ആദ്യം ഇട്ട ഉടനെ തന്നെ എടുക്കരുത്. നമുക്ക് എന്തായാലും ഇട്ടൊരു 2-3 ദിവസമെങ്കിലും വെച്ചതിന് ശേഷം മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ച് വെച്ചതിന് ശേഷം മാത്രം എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ അച്ചാറിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായം നമുക്ക് എന്തായാലും അതൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടിയണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മാത്രം മതി. അപ്പം നമുക്ക് സ്പൂൺ വെച്ചിട്ടോ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഞെരടി പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റേ ഇടികല്ലുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. പക്ഷേങ്കിൽ കുറേ അങ്ങ് കല്ലിൽ പറ്റിപ്പോവും. അത് കാരണം കൊണ്ട് ഞാൻ അതേ ബൗളിൽ തന്നെ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് ഉടച്ച് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളയ്ക്കുള്ള നാരങ്ങ അച്ചാർ എന്ന് പറയുന്നതിൻ്റെ പരിപാടി. നല്ല മണമാണ്. ഇതങ്ങോട്ട് ഫുള്ള് മിക്സായി വരുന്ന സമയത്തുള്ള ആ മണം ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. നമ്മുടെ എന്താ പറയുക, വായിൽ കൂടെ വെള്ളം ഇങ്ങനെ വരും. അതുമാതിരി ഒരു മണവും ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതിങ്ങനെ വിടുക. അന്നേരം കുറേ വെള്ളം ഇറങ്ങി കഴിയും. ആ നാരങ്ങയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമില്ലാത്ത ഒരു ടിന്നിൽ, കുപ്പിഭരണിയാണ് അത്രയും നല്ലത്, അടച്ച് വയ്ക്കുക. നമ്മുടെ ആവശ്യ സമയം, അതായത് നമ്മുടെ ഓണ സമയത്ത് നമ്മൾ എന്തായാലും ഇത് എടുത്തിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓണത്തിൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇതുപോലെ ഓരോന്ന് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.